നമസ്കാരം. കോളടിച്ചല്ലോ. 2 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. 1800 കോടി രൂപയാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് 60 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു, മുടങ്ങിപ്പോയ പെൻഷൻ 5 ഗഡുക്കളായിട്ട് അർഹരുടെ കയ്യിൽ എത്തിച്ചിരിക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞത് പിണറായി വിജയനാണ്. അതിൽ രണ്ടാമത്തെ ഗഡുവാണ്. ഓണത്തിനൊന്ന് അനുവദിച്ചിരുന്നു, ക്രിസ്തുമസിന് ഇതാ രണ്ടാമത്തെ ഗഡു കൂടി കൊടുക്കാൻ പോവുകയാണ്. 1800 കോടി രൂപ അനുവദിച്ചു. അതായത് നേരത്തെ ക്ഷേമ പെൻഷൻ 6 മാസത്തോളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മുടങ്ങിയതിനെ തുടർന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പരാതി ഉയർന്ന സന്ദർഭമാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുടങ്ങാതെ കഴിഞ്ഞ 7 വർഷത്തോളം ക്ഷേമ പെൻഷൻ ആൾക്കാരുടെ കൈകളിൽ എത്തിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ പൈസയെ ആശ്രയിച്ച് അത് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് കാരണം അത് അവർക്ക് കൊടുത്ത് ആ ഒരു തുകയിൽ അവരെ ജീവിക്കാൻ പഠിപ്പിച്ചതിലൂടെയാണ്. അതിൽ കുറെ അനർഹർ ഈ അടുത്ത കാലത്ത് കൈയിട്ട് വാരുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. 1458 സാമൂഹ്യ ദ്രോഹികൾ ആ പണം കൈപ്പറ്റി അവരും കൂടി അത് വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പട്ടിണി കിടക്കാതെ അവരുടെ ഒരു ഉപജീവനം എന്നുള്ള നിലയ്ക്ക് വയോധികരായിട്ടുള്ളവർ, അസുഖം ബാധിച്ചവർ, വിധവകൾ, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ഭിന്നശേഷിക്കാർ, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ നാട് കൊടുക്കുന്ന ഒരു വലിയ സഹായമാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്ത് ഈ പരിപാടിയില്ല. ഈ പരിപാടി ആകെ കേന്ദ്ര സർക്കാർ 200-300 കുണുവയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും പലർക്കും ഈ പെൻഷൻ എന്ന പേരിൽ കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം 1600 അല്ല 200-300 കേന്ദ്ര വിഹിതം എന്നുള്ളതിലേക്ക് 5 ലക്ഷം പേർക്കെങ്ങാനെയാണ് കൊടുക്കുന്നത്. എന്നാൽ 60 ലക്ഷം പേർക്ക് കൊടുക്കാൻ എത്രമാത്രം തുക കണ്ടെത്തേണ്ടി വരും? അതും ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി 1600 രൂപ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട്, കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് 2000 രൂപയാക്കുമെന്നുള്ള പ്രഖ്യാപനവുമുണ്ട്. അത് വരും മാസങ്ങളിൽ അത്തരമൊരു പ്രഖ്യാപനം പുറത്തേക്ക് വരാൻ വലിയ സാധ്യതയും ഉണ്ടാവുകയാണ്. അപ്പോ ക്ഷേമ പെൻഷൻ വരും കാലങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 2000 രൂപയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. കാര്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ക്ഷേമ പെൻഷൻ എല്ലാം ഒരിക്കലും മുടങ്ങാതെ ഇവരുടെ കൈകളിൽ എത്തിച്ചത്. അതായത് സാധാരണക്കാരായ മനുഷ്യരെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. റേഷൻ കടകൾ വഴി അവർക്ക് ആഹാര സാധനവും 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ അത് മതിയാകും. 2 പേരുണ്ടെങ്കിൽ മാസം 3200 രൂപ കിട്ടും. അതുപോലെ അവർക്ക് ബാക്കിയുള്ളവരെ ആശ്രയിക്കാതെ മരുന്നെങ്കിലും മേടിക്കാനുള്ള അവസരം ഉണ്ടാകില്ലേ? അത് ചെയ്തു കൊടുക്കുന്ന സർക്കാരിനെതിരെ ഈ ഒരു കാര്യം മുടക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിയെങ്കിലും കഴിഞ്ഞ 6 മാസത്തെ പെൻഷൻ മുടങ്ങിയത് ജനങ്ങളെ ഏത് രീതിയിലാണ് ബാധിച്ചതെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി എന്ത് വെല്ലുവിളി ഉണ്ടായാലും ക്ഷേമ പെൻഷൻ മുടങ്ങാനേ പോകുന്നില്ല, വീഴ്ച വരുത്താതെ കൊടുക്കുമെന്ന് നിയമസഭയിൽ തന്നെ അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി അത് മുടങ്ങാൻ പോകുന്നില്ല. കൃത്യമായി ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ആ ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പോവുകയാണ്. അതിന്റെ ബാക്കിയുള്ള ഗഡു 2025 മാർച്ചിന് മുന്നോടിയായിട്ട് കൊടുത്തു തീർക്കുമെന്നുള്ള പ്രഖ്യാപനം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ മുടങ്ങിപ്പോയി എന്ന കഥ പറഞ്ഞവരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല. മുടങ്ങിയേ എന്ന് ചട്ടിമറിയമാരെ രംഗത്തിറക്കി ആ സംവിധാനത്തെ വല്ലാതെ ആക്ഷേപിച്ചുകൊണ്ടും ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയ പരിപാടി നടത്തിയ മാപ്രകൾ ഇപ്പോ ഈ പണം കൊടുക്കുന്ന സന്ദർഭത്തിലും അതൊന്ന് ചർച്ചയാക്കില്ലെങ്കിലും അനുഭവസ്ഥരുണ്ട്. അവർക്ക് അത് കൈയിൽ കിട്ടുമ്പോൾ ഇത് കൃത്യമായി ഞങ്ങൾക്ക് തരുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ അത് സൃഷ്ടിക്കാനായിട്ട് ഇവിടുത്തെ ഒരു മാപ്രകളുടെ സഹായവും ആവശ്യമില്ല. ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകും അവർക്ക് അർഹതപ്പെട്ട ആ പെൻഷൻ കാശ് അവരുടെ കൈകളിൽ എത്തിക്കുന്നതോടുകൂടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള, അശരണരായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്ന എല്ലാത്തരം മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം ഈ സർക്കാരിനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്രിസ്മസ് കാലത്തും ക്ഷേമ പെൻഷന് മുടക്കം വരാതെ അത് വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടി 3200 രൂപ വീതം 60 ലക്ഷം പേർക്ക് മുടങ്ങിയ ഒരു ഗഡു ഉൾപ്പെടെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഒരു മനുഷ്യന്റെ ഇല്ലായ്മ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇല്ലായ്മകളിലൂടെ വളർന്നു വന്നിരിക്കണം. അല്ലാതെ എല്ലാത്തരം പ്രിവിലേജിലും ജീവിച്ച ആൾ മുതലാളി വന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുമ്പോൾ മുതലാളിക്ക് വോട്ട് ചെയ്യൂ, നിങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുന്നിടത്ത് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം മുതലാളിയെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിലാളിയുടെ വീട്ടിലെ നീറുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവന്റെ പ്രശ്നമായി മാറത്തില്ല. കാര്യം സാധാരണ നിലയിൽ വളർന്നു വന്നവർക്ക് മാത്രമേ, ആ സാഹചര്യങ്ങളെ നേരിട്ടവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെത്തുകാരന്റെ മകൻ മുഖ്യമന്ത്രി ആയതിന്റെ ഗുണം എന്താണെന്ന്
ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കൃത്യം കൊടുക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അതുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരികയാണ്.